Ta-da! Welcome back to Talks and Walks by Revati. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സേഫായിട്ട് സുഖമായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചത് ഇറാനിലേക്ക് യുദ്ധങ്ങളൊക്കെ കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. അവർ കോംപ്രമൈസിനൊക്കെ റെഡിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്രമൈസിങ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു 2 ദിവസത്തേക്കിന് നമുക്ക് പ്രത്യേകിച്ച് ഇനി മിസൈൽ ആക്രമണങ്ങളും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കാം എന്നാണ് തോന്നുന്നത്. ഇൻ കേസ് ഈ 2 ദിവസത്തിനുള്ളിൽ അവർ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിലും ശക്തമായിട്ട് ദുബായ് തിരിച്ചടിക്കും അല്ലെങ്കിൽ UAE ഗവൺമെൻറ് തിരിച്ചടിക്കും, അതിനുള്ളൊരു മറുപടി കൊടുക്കും എന്നൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് സത്യമാണോ കള്ളമാണോ എന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഇങ്ങനെ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇനി കുറച്ച് ലൈക്ക് എന്താ പറയുക കുറച്ച് സ്ട്രഗിളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ഇല്ല, അത്യാവശ്യത്തിനുള്ളതൊക്കെ മാത്രമാണ് റണ്ണിങ്ങിനുള്ളത്. സോ അതിൻ്റെയൊക്കെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറയാനും അല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ചെറിയൊരു കാര്യം ഇങ്ങനെ അറിഞ്ഞതാണ്, അത് ജസ്റ്റ് നിങ്ങളൊരു ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അത് സത്യമാണോ കള്ളമാണോ എന്നോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ലൈക്ക് കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. മേ ബി അതിനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് അതാണ് പോകെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത്. എന്നാലും ലൈക്ക് ഭയങ്കര വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം ലൈക്ക് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങളിൽ കൂടെ കടന്നാണ് നമ്മളുടെ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഫേസ് ചെയ്തിട്ടും സ്ട്രഗിൾ അതിലൊക്കെ മറികടന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഫ്ലഡ് കാര്യങ്ങൾ ഒക്കെ വന്നപ്പോഴാണെങ്കിലും ആ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. ഇതിപ്പോൾ ദുബായിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ദുബായിലെ ഫ്ലഡ് ടൈമിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇവിടെ ഫ്ലഡ് ടൈമിലൊക്കെ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ദുബായിലെയും കുറച്ച് ഇതുപോലത്തെ ഉള്ള എക്സ്പീരിയൻസസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിലൊക്കെ ഒരു സന്തോഷവും തോന്നുന്നുണ്ട്. എന്നാൽ വേറെ എന്തൊക്കെ ഒരു ഇതുമൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു തരാനുള്ള വേർഡ്സ് എനിക്ക് കിട്ടുന്നില്ല. സോ ക്ഷമിക്കുക. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു അൺബോക്സിങ്ങുമായിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു iWatch ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാച്ച് കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കിനും ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏറെക്കുറെ ഒരു 1 year 1.5 year 2 year അടുപ്പിച്ചാവുന്നു ഈ ഒരു വാച്ച് എനിക്ക് കിട്ടിയിട്ട്. ഞാൻ അധികമൊന്നും അത് യൂസ് ചെയ്തിട്ടില്ല. ഏറിപ്പോയാൽ ഒരു 3 മാസത്തോളം, ലൈക്ക് ഡേയ്സ് കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 3 മാസത്തോളം ഞാൻ മാക്സിമം ഇത് യൂസ് ചെയ്തതാണ്. അതിൽ കൂടുതലൊന്നും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് വാങ്ങിയ ടൈമിൽ ഇത് ലൈക്ക് നല്ല ഒരു നേവി ബ്ലൂ കളറിലുള്ള ഒരു സ്ട്രാപ്പായിരുന്നു ഇതിപ്പോൾ ഒരുമാതിരി ഫെയ്ഡായിട്ട് വേറൊരു കളറിലായി. യൂസ് ചെയ്യാം, എന്നിരുന്നാലും ഇത് കുറച്ചൊന്ന് ഫെയ്ഡ് ഔട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ടെമോയിൽ നിന്നും ജസ്റ്റ് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു 3 സ്ട്രാപ്പ്. ഇത് വന്നിട്ട് എനിക്കൊരു 6 dirham സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 12 dirham 10 dirham സംതിങ് ആണ്. എനിക്കിത് 6 dirham 5 dirham സംതിങ്ങിന് വന്നപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. ഇതിൽ വന്നിട്ട് 3 എണ്ണം ഇതൊരു കോംബോ പാക്കായിട്ടാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു ലെപ്പാഡ് പ്രിൻറ്റ്, അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നൊരു സെയിം ലെപ്പാഡ് പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. സോ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, അറ്റാച്ച് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ഇത് എന്തായി തീരുമെന്ന് എനിക്കറിയാൻ മേല. ഇതിൻ്റെ ബാക്കിലെങ്ങാണ്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടൊക്കെ ഇത് ഇളക്കി വരുമെന്ന് തോന്നുന്നു, പക്ഷെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ചെറിയൊരു ഇതുണ്ട്, ഒരു സ്വിച്ച് പോലെ ഒരെണ്ണമുണ്ട്. അതിലിങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുത്താൽ അതിങ്ങനെ വരും. ഓക്കെ, ഫൈനലി ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതിന്നത് ഊരുന്നത് സ്ട്രാപ്പ്. നമുക്കിതിൽ 3 pieces ആണ് അവൈലബിൾ ആയിട്ട് ഇരുന്നത് ഗൈസ്. 3 pieces. ഞാൻ ഇങ്ങനെ ഈ കവർ ഇങ്ങനെ കിലുക്കാൻ മറന്നു കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കും മറ്റേ കവറൊക്കെ എടുക്കും ഇങ്ങനെ ഗേൾസ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കിലുകിലിന്നൊക്കെ കിലുക്കി കാണിക്കണമെന്ന്. ഞാൻ മറന്നു പോകും. എനിക്ക് ആ ഒരു സാധനമൊന്നും അങ്ങനെ വലുതായിട്ട് വരാറില്ല. സോ ഇത് 3 നമുക്കിതിനകത്ത് വരുന്നത്. സോ ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് ട്രൈ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 49 mm ആണ് ഈ ഒരു സ്ട്രാപ്പ് വരുന്നത്. ഓക്കെ, സോ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പടച്ചോനോട് ചോദിക്കണം. അത് ഈ സൈഡിൽ തന്നെ അല്ലേ, ഇതിങ്ങനെ അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, സെറ്റായി. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് നോക്കണേ. ഓക്കെ,
ഓ സിമ്പിളാണ് കേട്ടോ, ഇടാൻ സിമ്പിളാണ്, ഊരുന്ന കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട്. ഇതിലേക്ക് മറ്റതുപോലെയല്ല, ഇത് അത്യാവശ്യം ഇലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത്. ഓക്കെ, അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ഇട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. ട്രയൽ. ഓക്കെ, ഇതിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, എങ്കിലേ എൻ്റെ കൈക്കൊക്കെ ഇത് കിടക്കത്തുള്ളൂ. കാരണം കൈയുടെ വൃസ്റ്റ് ഭാഗത്തൊക്കെ നല്ല വണ്ണം ഉള്ളത് കൊണ്ട് ടൈറ്റാവും. അങ്ങോട്ട് നാണം കെടുത്താതെ മനുഷ്യൻ. ഇതിപ്പോൾ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണെന്നല്ല ദൈവമേ അവസ്ഥ. ഇതെൻ്റെ കാസിയോ വാച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നത് തന്നെയാണ്. ഇത് ഇട്ടത് തിരിഞ്ഞു പോയി. ഫുള്ള് ഫ്ലോപ്പാണ് കേട്ടോ. ഈ ഇടയായിട്ടൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഫുള്ള് ഫ്ലോപ്പായി തന്നെ പോവുകയാണ്. ഇത് എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണ്. മിക്കവാറും ഞാൻ യൂട്യൂബ് ചാനലൊക്കെ അടച്ചു പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഫുള്ള് ഫ്ലോപ്പാണെന്ന്. ഓക്കെ, ഫൈനലി അതിട്ടു. ഇട്ടിട്ട് ഇതിപ്പോൾ രണ്ടുപേരുടെ സഹായം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇത് ടൈറ്റാക്കാനും ഇടാനും ഒക്കെ. എനിവേ ഓക്കെ, അത്യാവശ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ ഈ സാധനം വാങ്ങിച്ചു, അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. ഓക്കെ, ട്രൈ ചെയ്തു. ലൈക്ക് ഓക്കെ, കൊള്ളാം, ഒരു നൈസ് ലുക്കൊക്കെ ഇല്ലേ, നോക്കിയാൽ കൊള്ളാമല്ലേ? സാധനം നൈസ്, കൊള്ളാം, ഒരു ഒരു അടിപൊളി ലുക്കൊക്കെ ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ കണ്ടിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു ഗൈസ്? ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ ഇതിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. എനിക്കിത് കണ്ടപ്പോഴത്തേക്കിനും കുറച്ച് അഫോർഡബിളായിട്ട് ഇതായിരുന്നു തോന്നിയത്. വേറെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം അങ്ങോട്ട് വാങ്ങിച്ചാലും നമുക്ക് വലിയ യൂസ് ഇല്ല. കാരണം എനിക്കിതുപോലെ അബദ്ധം പറ്റിയ കാര്യമാണ് ഞാൻ ഈ ഫോൺ കേസസ് വാങ്ങിച്ചത്. ഫോൺ കേസസ് ഒരാവേശത്തിന് ഞാനങ്ങ് വാങ്ങിച്ചു, ഒരു 10-15 എണ്ണം വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ചിട്ട് ഇപ്പം ഈ ഫോണിൽ ഇപ്പോൾ കിടക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റാറൊന്നുമില്ല. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും ഔട്ടിങ് പോകുമ്പം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇടുന്ന ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ കുറച്ച് ഒരു ഷോ ഓഫിനൊക്കെ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കേസസ് വാങ്ങിച്ചത്. കണ്ടപ്പോഴത്തേക്കിനും ഇഷ്ടപ്പെട്ടതെല്ലാം കണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എങ്ങും പോകുന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് പോകുന്നത് തന്നെ എന്തെങ്കിലും ഹറിബറിയിലായിരിക്കും. അപ്പോൾ കൈ കിട്ടുന്ന ഡ്രസ്സും എടുത്തിട്ടുണ്ട് ഫോണും എടുത്തുകൊണ്ട് ഓട്ടോ ആയിരിക്കും. ആ ടൈമിൽ ഈ പറയുന്ന കണക്ക് കേസ് മാറ്റാനൊന്നും നിൽക്കത്തുമില്ല, മറന്നും പോകും, ആലോചിക്കാൻ ഉള്ളൊരു സമയവും കിട്ടത്തില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓ ഷിറ്റ്, ഞാൻ കേസ് മാറ്റാതെയാണ് പോയത് എന്നുള്ളൊരു സാധനം, ആ ഒരു റിഗ്രഷൻ അതിന് ശേഷമാണ് ഉണ്ടായത് നല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഇതിനി എത്ര ദിവസത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിക്കുമെന്നോ ഇത് ഞാൻ യൂസ് ചെയ്യുമെന്നോ എനിക്ക് ഒരറിവുമില്ല. അവനാണ് ഞാൻ പിന്നെ സിമ്പിളായിട്ടുള്ള ഈ ഒരു 3 എണ്ണം മാത്രം വാങ്ങിയത്. കുറേ കളർഫുൾ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്, സ്ട്രാപ്സൊക്കെ. സോ വേണമെന്നുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. പിന്നെന്താണ്, അടുത്ത വെറുപ്പിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഷെയറും കമൻറ്റും സബ്സ്ക്രൈബോ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ് ഗൈസ്. എനിക്കിങ്ങനെ എപ്പോഴും ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ പഴയ ജിംനേഷ്യമാണ്, എപ്പോഴും എനിക്കിങ്ങനെ കുമ്പിടാൻ പറ്റത്തില്ല എന്ന് മറ്റേ ഏതോ മറ്റേ കല്യാണരാമൻ മൂവിക്കകത്ത് നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും അതിന് പറ്റില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ ആവശ്യമാണ്, ഞാൻ കുമ്പിട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് കരുണ കാണിക്കണം എന്നോട്. കോല് പിടിക്കരുത്, കെഞ്ചി ചോദിക്കണം, അവോയ്ഡ് ചെയ്യരുത്. വളർന്നു വരുന്നൊരു കുഞ്ഞു കലാകാരിയാണ് ഞാൻ. എന്നെ നുളയിലെ മുള്ളരുതെന്നോ, സോറി മുളയിലെ നുള്ളരുത്. ദൈവമേ, മൊത്തം ഫ്ലോപ്പാകല്ലേ എൻ്റെ വായിന്ന് വരുന്നേ. സോറി ഗൈസ്, ചെറിയ ചെറിയ ട്രബിൾസൊക്കെ വരും. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് പൊറുക്കണോ എന്നോട്. മാപ്പാക്കൂ സോറി, മാപ്പാക്കൂ. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു? അപ്പം ശരി, എന്നാൽ ഞാൻ പോയെന്ന് വെച്ച് പിന്നെ വരാം. ബൈ.